നമുക്കിന്ന് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു വലിയ സവോള, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സ്ക്വയർ പീസസ് ആയിട്ട് വേണം അരിയാനായിട്ട്. നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് 1 വിസിൽ വരെ വേവിക്കുക. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്ന് വെജിറ്റബിൾസ് എല്ലാം വെന്തോ എന്ന് നോക്കുക. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 4 ഗ്രാമ്പു എന്നിവ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിക്കുക. അരപ്പ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് ഉപ്പ് പോരെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയും തിളച്ചാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.